ഡാഷ്ബോർഡിൽ, അതായത് പോർഷൻ ട്രാക്കർ ഡാഷ്ബോർഡിൽ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, എന്തൊക്കെ റിപ്പോർട്ട്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ഡാറ്റ നമുക്ക് മോണിറ്റർ ചെയ്യാം, ഓരോ മാസത്തെ ഡാറ്റാസ് എങ്ങനെയാണ് കാണുന്നതെന്നും ഡൗൺലോഡ് ചെയ്യുന്നതെന്നും എന്തൊക്കെ വിവരങ്ങൾ പോർഷൻ ട്രാക്കർ ഡാഷ്ബോർഡിൽ ഉണ്ട് എന്നുള്ളതും അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഇതിനകത്തിപ്പം ഞാൻ ആ ലോഗിൻ ചെയ്യുന്ന സ്ക്രീൻ വെച്ചിട്ടില്ല, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോർഷൻ ട്രാക്കർ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ www.portiontracker.co.in എന്ന് പറയുന്ന സൈറ്റ് വരും. ആ സൈറ്റിൽ കയറി കഴിയുമ്പോൾ ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷൻ ടോപ്പ് റൈറ്റിൽ ലോഗിൻ ഉണ്ടാവും. ആ ലോഗിനിൽ ബെനിഫിഷ്യറി ലോഗിൻ, ഡിപ്പാർട്ട്മെൻറ്റ് ലോഗിൻ, അങ്ങനെ ലോഗിൻസ് ഉണ്ട്. അതിൽ നമ്മൾ കയറേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ് ലോഗിനിലാണ്. അപ്പോൾ ലോഗിൻ്റെ ഒരു സ്ക്രീൻ വരും. അതിൽ അഡ്മിനിൽ കയറുക. അഡ്മിനിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പം ഓരോ സൂപ്പർവൈസേഴ്സിനും CDPOയ്ക്കും BC-മാർക്കും ഒക്കെ ലോഗിൻ ഉണ്ട്, POയ്ക്കും ഒക്കെ ലോഗിൻ ഉണ്ട്. അതെല്ലാവർക്കും ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ മെയിൽ ID-യും പിന്നെ പാസ്വേഡും അടിച്ച് നമ്മൾ ലോഗിൻ കൊടുക്കുമ്പോൾ OTP ഓരോരുത്തരുടെ ഫോണിലേക്ക്, അതായത് സൂപ്പർവൈസർമാരുടെയും CDPOയുടെയും ഏത് ഫോൺ നമ്പറാണോ നമ്മൾ ഈ ലോഗിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഫോൺ നമ്പറിലേക്ക് ഒരു OTP പോകും. ആ OTP അടിച്ച് ലോഗിൻ കൊടുക്കുമ്പോൾ ഈ ഒരു സ്ക്രീനാണ് വരിക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മെയിൻ മെനു എന്ന് പറയുന്നത് ഈ ടോപ്പ് റൈറ്റിൽ കാണുന്ന ഒരു 3 വര കാണുന്നില്ലേ, ആ 3 വരയാണ് നമ്മുടെ മെനു. അപ്പോൾ ആ മെനുവിനകത്ത് ഡാഷ്ബോർഡ് ഉണ്ട്, മാസ്റ്റേഴ്സ് ലിസ്റ്റ് ഉണ്ട്, കറണ്ട് മന്ത് ഉണ്ട്, മന്ത്ലി റിപ്പോർട്ട് ഉണ്ട്, സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് മെനൂസ് ഉണ്ട്. നമ്മൾ ഇതേ ലോഗിൻ ഒരു കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ മെനൂസ് ഇങ്ങനെ 4 വരയിലൊന്നും ഉണ്ടാവില്ല. അത് നമ്മുടെ ഈ സ്ക്രീനിൽ തന്നെ നിരനിരയായിട്ട് ഓരോ മെനൂസും ഉണ്ടാവും. നമുക്കിങ്ങനെ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ എടുക്കേണ്ട ആവശ്യം വരില്ല. ഇത് ഫോണിൻ്റെ സ്ക്രീൻ ആയതുകൊണ്ടാണ് ഈ 3 വരയ്ക്കകത്ത് കയറിപ്പോയി എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഡാഷ്ബോർഡ് ഉണ്ട്. ആ ഇൻറ്റേർണൽ ഡാഷ്ബോർഡാണ് നമ്മൾ എടുക്കേണ്ടത്. ബാക്കിയുള്ളതൊന്നും നമുക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഡാഷ്ബോർഡിൽ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട്, ഇപ്പോൾ ഞാൻ ബത്തേരിയുടെ ലോഗിനിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര സെൻറ്റർ ഉണ്ട്, അതിലെത്ര വർക്കർമാരുണ്ട്, ഹെൽപ്പർമാരുണ്ട്, ഇപ്പം അങ്ങനത്തെ EKYC പെൻഡിങ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, FRS ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഓവറോളായിട്ട്, അതായത് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ കാണിക്കുന്നുണ്ട്, അതിൽ എത്ര ഓൺ ബിൽഡിങ്, ഫങ്ഷണൽ ടോയ്ലറ്റ് എത്രയുണ്ട്, ഡ്രിങ്കിങ് വാട്ടർ എത്രയുണ്ട്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ബെനിഫിഷ്യറീസിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ പല കാര്യങ്ങളും ഓവറോളായിട്ട്. ആധാർ ID, ടോട്ടൽ എത്ര കുട്ടികളുണ്ട്, അതിൽ എത്ര പേർക്ക് ആധാർ ID ക്രിയേറ്റ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഓവറോളായിട്ട് അറിയാൻ പറ്റും. ഒറ്റ നോട്ടത്തിൽ ആ ഒരു ഫുൾ അംഗനവാടികളെ കുറിച്ചുള്ളൊരു ഡാറ്റ, അല്ലെങ്കിൽ ആ ഒരു ICDSനെ കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ കിട്ടും. നെക്സ്റ്റ് നമ്മൾ ഈ മെനു എടുക്കുന്നു. മാസ്റ്റേഴ്സ് ലിസ്റ്റിലാണ് നമ്മൾ എഡിറ്റ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഈ സെക്ടറിൽ പോയ സെക്ടറിൻ്റെ ഡീറ്റെയിൽസ്, യൂസേഴ്സിൽ പോയ ഈ ലോഗിൻ ആരുടെയാണോ അതിൻ്റെ യൂസർമാരുടെ ഡീറ്റെയിൽസ്, പിന്നെ ബെനിഫിഷ്യറീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഇൻഫ്ര ഡീറ്റെയിൽസ്, AWC യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ വർക്കറുടെ ഹെൽപ്പറുടെ ഡീറ്റെയിൽസ്, AWC എന്ന് പറഞ്ഞാൽ സെൻറ്ററിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. അതിൽ ഓരോന്നും എടുക്കാം. ഇപ്പോൾ സെക്ടർ എടുത്തു. സെക്ടറിൽ പോയി കഴിഞ്ഞാൽ പുതിയതായിട്ടൊരു സെക്ടർ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതൊന്നും ഡീപ്പായിട്ട് അറിയേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതായത് POൻ്റെ അവിടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർമാരോ അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള BC-മാരൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓവറോളായിട്ട് ഇങ്ങനെ അറിയാം എത്ര സെക്ടർ ഉണ്ട്. പിന്നെ ഇപ്പോൾ ടോട്ടൽ 6 സെക്ടർ ഉണ്ട്. അത് ഏതൊക്കെയാണ് സെക്ടർ എന്നുള്ളത്, ആ സെക്ടറിൻ്റെ LGD കോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇനി മെനുവിൽ മാസ്റ്റേഴ്സ് ലിസ്റ്റിൽ യൂസേഴ്സ് എടുത്തു കഴിഞ്ഞാൽ യൂസർമാരാരൊക്കെയാണെന്നൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബെനിഫിഷ്യറിയാണ്. ബെനിഫിഷ്യറി എടുക്കുക. ബെനിഫിഷ്യറീസ് എടുത്തു കഴിയുമ്പം ഇപ്പോൾ ഒരു സെൻറ്ററിൽ പോയി, ആ സെൻറ്ററിൽ ചെന്ന് കഴിയുമ്പം അറ്റൻഡൻസ് ലിസ്റ്റിലുള്ള
കുട്ടികളെ കഴിഞ്ഞും കൂടുതൽ പോർഷൻ ട്രാക്കറിൽ എണ്ണം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ ഒരു കുട്ടി എക്സ്ട്രാ ആണല്ലോ, അറ്റൻഡൻസിൽ ഈ കുട്ടി ശരിക്കും രജിസ്റ്ററിൽ ഇല്ലാത്തൊരു കുട്ടി എങ്ങനെയാണ് വന്നെന്ന് ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ അവരെ ഡിലീറ്റ് ചെയ്യാതെ വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ഡബിൾ എൻട്രി വന്നതോ അങ്ങനെ പല കേസുകൾ കാരണം പോർഷൻ ട്രാക്കർ ഡാറ്റയും MPR ഡാറ്റയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പ്രഗ്നൻ്റ് ആണെങ്കിലും MPRലുള്ളതിനെ കഴിഞ്ഞും കൂടുതൽ പോർഷൻ ട്രാക്കറിൽ വരുമ്പം, അതായത് സാധാരണഗതിയിൽ MPRനെ കഴിഞ്ഞും കുറവാണ് പോർഷൻ ട്രാക്കറിൽ വരിക, കാരണം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ട്. പക്ഷേ ഈ ചില കമ്പയർ ചെയ്യുമ്പം ഒറിജിനൽ രജിസ്റ്ററിൽ ഇല്ലാത്ത ആൾക്കാർ പോർഷൻ ട്രാക്കറിൽ ഉള്ളപ്പോൾ നമുക്ക് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ ഡബിൾ എൻട്രി വന്നതോ ആയതോ അല്ലെങ്കിൽ അവർ സ്ഥലം മാറി പോയിട്ട് ഡിലീറ്റ് ചെയ്യാൻ ഇത് അവിടെ തന്നെ സൂക്ഷിച്ചു വെച്ചതൊക്കെ ആണെങ്കിൽ നമുക്ക് ഓൺ ദ സ്പോട്ട് തന്നെ അത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഒരു സെൻറ്ററിൽ കയറി നമ്മളിങ്ങനെ ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ എക്സ്ട്രാ ആൾക്കാർ പോർഷൻ ട്രാക്കറിൽ വന്നതായിട്ട് കണ്ട് അത് കളയണം എന്നുള്ള ഒരു റിക്വസ്റ്റ് വരും. അല്ലെങ്കിൽ ഒരാൾ പെട്ടെന്ന് മരിച്ചുപോയി പക്ഷെ അവരെ റിമൂവ് ചെയ്യാൻ വിട്ടുപോയി, അങ്ങനെയുള്ള കേസാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ എൻ്റെ ലോഗിനിൽ കയറിയതുകൊണ്ടാണ് സെക്ടർ സെലക്ട് ചെയ്യാൻ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ബത്തേരിയിൽ 6 സെക്ടർ ഉണ്ട്, അതുകൊണ്ട് സെക്ടർ സെലക്ട് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഒരു സൂപ്പർവൈസറാണ് കയറുന്നതെങ്കിൽ അവരുടെ പർട്ടിക്കുലർ സെക്ടർ ഏതാണോ ആ സെക്ടർ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഏത് അംഗൻവാടിയാണെന്ന് സെലക്ട് ചെയ്യുക, അംഗൻവാടിയുടെ പേര് സെലക്ട് ചെയ്തു. ഇനി ഏത് ബെനിഫിഷ്യറി ടൈപ്പ് ആണെന്ന് സെലക്ട് ചെയ്യുക, 6 to 3, 3 to 6 അങ്ങനെ ഓരോ കാറ്റഗറി ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് ആ കാറ്റഗറി സെലക്ട് ചെയ്യുക. അതിന് ശേഷം സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്ത് ഞാൻ ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ആൾ ഇവാൻ ജിബിൻ ആണെന്ന് വിചാരിക്കുക. ഈ ഇവാൻ ജിബിൻ്റെ നേരെ പോവുക. ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ല, ആ ഒരു സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ആൾ മാറിപ്പോകാൻ പാടില്ല. ആ ആളുടെ നേരെ പോയി ആ നേരെ അറ്റത്തുള്ള 3 dots ക്ലിക്ക് ചെയ്യുക. അതിൽ ഡീആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്യുക. ഡീആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ ചോദിക്കും, നിങ്ങൾക്ക് ഇത് ഉറപ്പാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ഉറപ്പാണോ ചോദിക്കും. കൺഫർമേഷൻ യെസ് കൊടുക്കുക. അതിന് ശേഷം എന്ത് റീസൺ കാരണമാണ് ഡിലീറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല റീസൺ കൊണ്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യും. ചിലപ്പോൾ ആധാർ വെരിഫൈഡ് ആയിരിക്കില്ല, ഒരു സ്ഥലത്തുനിന്ന് മാറിപ്പോയിട്ട് നമ്മൾ മൈഗ്രേഷൻ ചെയ്യാൻ പറ്റാതെയൊക്കെ മിസ്റ്റേക്ക് കാരണം നിന്ന് പോയതാണെങ്കിൽ ഓട്ടോ മൈഗ്രേഷൻ എറർ കൊടുക്കാം. ഇനി ഒരു ടീച്ചർ അടിച്ചു പോയ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിപ്പോയി, ഇനി ഒരു ഇൻ കേസ് മാം ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതിനകത്തൊരു കുട്ടി സാമിൽ വന്നു, എന്താണ് ടീച്ചറെ സാം ആവാൻ കാരണം എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ടീച്ചർ ചിലപ്പോൾ പറയും, മാഡം അത് ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചത് മാറിപ്പോയി, അപ്പം അങ്ങനെ ആ കുട്ടി സാമിൽ വന്നതാണെന്ന് പറയും. ഹൈറ്റും വെയ്റ്റും ആണെങ്കിൽ നമുക്കറിയാം, സൂപ്പർവൈസർ ലോഗിനിൽ ഹൈറ്റ് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇൻ കേസ് ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിപ്പോയത് കൊണ്ടോ അല്ലെങ്കിൽ LMP തെറ്റിപ്പോയത് കൊണ്ടോ എന്നുള്ള കാരണങ്ങൾ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ബെനിഫിഷ്യറീനെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ റീസൺ കൊടുക്കാം. അതായത് ഡബിൾ എൻട്രി വന്നതാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി കൊടുക്കാം. ഇനി ഫുഡ് വാങ്ങാൻ അംഗൻവാടിയിൽ വരാതെ ഇരിക്കുന്ന ഒരു കുട്ടി, അംഗൻവാടിയിൽ നിന്ന് പോയ ഒരു കുട്ടി ഇപ്പോഴും അംഗൻവാടിയിൽ ഇരിക്കുന്നുണ്ട്, സ്ഥലം മാറിപ്പോയി, ഏരിയ മാറിപ്പോയതൊക്കെയാണ്. അങ്ങനെയുള്ള കേസൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ വരുന്നില്ലാത്ത ഒരാളെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നോട്ട് കമ്മിങ് ടു, അതായത് എങ്ങോട്ടാണോ പോയ അവിടുത്തെ ടീച്ചർ മൈഗ്രേഷൻ ചെയ്തെടുക്കാതെ ഇങ്ങനെ നിലനിർത്തി വരുന്നതുകൊണ്ട് ഇവിടെ എക്സ്ട്രാ ആയിട്ട് ഒരാൾ കിടപ്പുണ്ടെങ്കിൽ അയാളെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ റീസൺ കൊടുത്തിട്ട് വേണം സബ്മിറ്റ് കൊടുക്കാൻ. ഇപ്പം ഞാനത് ചെയ്യുന്നില്ല, കാരണം അത് ഡിലീറ്റ് ചെയ്യേണ്ട ഒരാളല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. അതേ സമയത്തൊരു ആൾ മരിച്ചുപോയി, ഒരു ബെനിഫിഷ്യറി മരിച്ചു പോയെങ്കിൽ നമ്മൾ ആ ആളുടെ പേരിന് നേരെയുള്ള 3 കുത്ത് ഞെക്കി ഡിസീസാണ് എടുക്കുന്നത്. ഞാനത് ക്ലിക്ക് ചെയ്യുന്നില്ല, കാരണം ഡിസീസ്ഡിനകത്ത് ഓപ്ഷനൊന്നുമില്ല. ഡിസീസ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ആൾ ഓട്ടോമാറ്റിക്കലി ആ ലിസ്റ്റിൽ നിന്ന് അങ്ങ് പോയി പോവും. മരിച്ച ഒരാളെ ചെയ്യാൻ നമ്മൾ ഡിസീസ്ഡാണ് ചെയ്യുക. ഇനി മാസ്റ്റേഴ്സ് ലിസ്റ്റിൽ ഇൻഫ്ര എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, കാരണം ഓരോ AWCൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഡേഷൻസ് ചെയ്യാൻ നമ്മൾ മാസ്റ്റേഴ്സ് ലിസ്റ്റിൽ AWC ഇൻഫ്രയാണ് എടുക്കുക. അതിൽ ഓരോന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. സെക്ടർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ഓരോ സെൻറ്റർ സെലക്ട് ചെയ്യുക. സെർച്ച് കൊടുക്കുമ്പോൾ പർട്ടിക്കുലർ അംഗൻവാടി ഡീറ്റെയിൽസ് വരും. അതിൽ ബേസിക് ഇൻഫർമേഷൻസ് ചെയ്ത് അവസാനം ഇതിപ്പോൾ ഓൾറെഡി എഡിറ്റ് ചെയ്തതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഇനിയിപ്പോൾ എഡിറ്റ് ഓപ്ഷൻ, അതായത് നമ്മളിപ്പോൾ ഇതിപ്പം ചെയ്ത ഡേറ്റ് അവിടെ ഉണ്ടാവും, ലാസ്റ്റ് അപ്ഡേറ്റഡ് ഓൺ 19/5/2026 എന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചേഞ്ച് ചെയ്യണമെങ്കിൽ അടുത്ത
3 മാസത്തിന് ശേഷമേ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ എഡിറ്റ് ഓപ്ഷൻ വർക്ക് ആവാത്തത്. ഇൻ കേസ് ഇത് കുറേ മാസം മുന്നേ ചെയ്തതായിരുന്നെങ്കിൽ നമുക്ക് ഈ ഓരോ മാറ്റം വരുത്തുന്നുണ്ടൊക്കെ മാറ്റം വരുത്തി കഴിയുമ്പോൾ ഈ അവസാനത്തെ സ്ക്രീനിൻ്റെ ലാസ്റ്റ് സേവ് ദ ഡ്രാഫ്റ്റ് എന്നുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ബിൽഡിംഗ് ഫെസിലിറ്റി എടുക്കുക, ഇതേപോലെ ഫില്ല് ചെയ്യുക, സേവ് ചെയ്യുക. അത് കഴിഞ്ഞ് ബിൽഡിംഗ് റിപ്പയർ എടുക്കുക, അത് കംപ്ലീറ്റ് എഡിറ്റ് ചെയ്തിട്ട് സേവ് കൊടുത്തിട്ട് അവസാനം നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഇൻഫ്ര അപ്ഡേഷൻ ചെയ്യുന്നത്. അത് ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 3 മാസത്തിൽ കഴിഞ്ഞിട്ട് നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ. നെക്സ്റ്റ് മാസ്റ്റേഴ്സ് ലിസ്റ്റിൽ AWS യൂസറും AWS യൂസർ എന്ന് പറഞ്ഞാൽ വർക്കറും ഹെൽപ്പറും ആരാണെന്നൊക്കെയാണ് അതിനകത്ത് ഉണ്ടാവുക. ഒരു പർട്ടിക്കുലർ അംഗനവാടിയിൽ വർക്കർ ആരാണ്, ഹെൽപ്പർ ആരാണെന്നാണ്. ആ അംഗൻവാടി സെലക്ട് ചെയ്യാതെ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ മൊത്തം പ്രൊജക്റ്റിലെയും വർക്കേഴ്സിൻ്റെയും ഹെൽപ്പേഴ്സിൻ്റെയും ലിസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആരൊക്കെയാണ് മാറിയെന്നൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ മാറ്റം വരുത്താനൊക്കെ ഇൻഫോം ചെയ്യാൻ പറ്റും. ഇനി AWS ആണ് എടുക്കുന്നതെങ്കിൽ ആ അംഗൻവാടി റിലേറ്റഡ് പോർഷൻ ട്രാക്കറിൽ എന്തൊക്കെ സേവ് ചെയ്തിട്ടുണ്ടോ ആ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടും. നമ്മൾ സെക്ടറാണ് സെലക്ട് ചെയ്യുന്നത്. ഒരു സെക്ടർ സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുത്തിന്. ഞാനിപ്പോൾ ഒരു മീനങ്ങാടി 1-ലെ സെൻറ്ററുകളാണ് സെർച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സെൻറ്ററിൻ്റെ പേര്, AWS കോഡ്, അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ്, LGD കോഡ്, അങ്ങനെയുള്ള അതിൻ്റെ വാർഡ് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. മാസ്റ്റേഴ്സ് ലിസ്റ്റിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ കറണ്ട് മന്തും മന്ത്ലി റിപ്പോർട്ടും രണ്ടും ഏകദേശം ഒരേപോലെയാണ്. കറണ്ട് മന്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നലെ വരെ, അതായത് ഇന്ന് എടുക്കുമ്പം ഇന്നലെ രാത്രി 12 മണി വരെ പോർഷൻ ട്രാക്കറിൽ ഒരു സെൻറ്ററിനെ കുറിച്ച് എന്തൊക്കെ ഇൻഫർമേഷൻസ് സ്റ്റോർ ആയിട്ടുണ്ടോ അതാണ് നമുക്ക് ഇതിൽ അറിയാൻ പറ്റുക. അതായത് മെഷറിങ് എഫിഷ്യൻസി എത്രത്തോളം ആ സെൻറ്ററിൽ ചെയ്തു, അല്ലെങ്കിൽ ആ സെക്ടറിൽ ചെയ്തു. ഡെയിലി മോണിറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഇന്നലെ ഓപ്പൺ ആയിരുന്നു, ഫുഡ് കൊടുത്തോ എന്നുള്ള കാര്യങ്ങൾ, ഓപ്പറേഷണൽ സ്റ്റാറ്റസും അതൊക്കെ തന്നെയാണ്. അതായത് എത്ര ദിവസം, ഇത്രയും ദിവസത്തിൻ്റെ ഇടയ്ക്ക് എത്ര ദിവസം തുറന്നു. ഹോം വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സെൻറ്ററിൽ എത്ര ഹോം വിസിറ്റ് ടോട്ടൽ ഉണ്ടായാലും അവർ എത്രത്തോളം ചെയ്തു, അതായത് ഇന്നലെ വരെ അവരെന്തൊക്കെ ചെയ്തു. സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കൊടുത്തത് ഇന്നലെ വരെ എത്ര പേര് ഫുഡ് കൊടുത്തു, ഇനി എത്ര പെൻഡിങ് ഉണ്ട്, ഫാമിലി സർവേ ഒക്കെ എല്ലാം ഈ താഴേക്ക് കാണുന്ന എല്ലാ കാര്യങ്ങളും. VHSND CB എന്ന് പറഞ്ഞാൽ ഈ മാസം ഇപ്പോൾ CB നടത്തിയിട്ടില്ല. ഇൻ കേസ് ഇപ്പോൾ ഒരു CB കഴിഞ്ഞെങ്കിൽ ആ CB ഇന്നലെ നടത്തി അല്ലെങ്കിൽ മിനിങ്ങാന്ന് നടത്തിയ CB എത്ര പേര് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ, ആധാർ ID എല്ലാം ഇന്നലെ വരെ ഒരു പർട്ടിക്കുലർ അംഗനവാടിയിൽ എത്രത്തോളം ചെയ്തു എന്നറിയാനാണ് കറണ്ട് മന്ത്. അതേസമയത്ത് മന്ത്ലി റിപ്പോർട്ടിലാണെങ്കിൽ കഴിഞ്ഞ മാസത്തെ അല്ലെങ്കിൽ അതിന് മുന്നത്തെ മാസങ്ങളിലെ, ഈ മാസത്തെ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല, തൊട്ട് മുന്നത്തെ മാസം വരെയുള്ള ഡാറ്റാസ് അവൈലബിൾ ആയിരിക്കും. അതിലൊരു എക്സാമ്പിൾ സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ ഡീറ്റെയിൽസ് എടുത്ത് കാണിച്ചു തരാം. അതെടുക്കുമ്പം അതിനകത്ത് സെക്ടർ സെലക്ട് ചെയ്യണമെന്നില്ല. സെക്ടർ സെലക്ട് ചെയ്യാതെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടും. ഇതിപ്പോൾ ഒരു സൂപ്പർവൈസറാണ് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ അവരുടെ സെക്ടറിൽ മാത്രമേ അവർക്ക് അവൈലബിൾ ആയിരിക്കുള്ളൂ. ഫസ്റ്റത്തെ ഓളിൽ എടുത്തു കഴിഞ്ഞാൽ കാറ്റഗറി കാണിക്കും. പ്രഗ്നൻറ്റിൻ്റെ ആണോ ലാക്ടേറ്റിങ്ങിൻ്റെ ആണോ, നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്യാം. ഇനി അടുത്ത ഓൾ എടുത്തു കഴിഞ്ഞാൽ ആക്റ്റീവ് ആയിട്ടുള്ള ബെനിഫിഷ്യറീസിനെ മാത്രം കിട്ടും. പിന്നെ ആധാർ വെരിഫൈഡ് മാത്രം വേണമെങ്കിൽ ആധാർ എടുക്കാം, നോൺ ആധാർ വേണമെങ്കിൽ നോൺ ആധാർ എടുക്കാം, എല്ലാം വേണമെങ്കിൽ ഓൾ കൊടുക്കാം. എന്നിട്ട് ഞാൻ സെർച്ച് കൊടുത്തു കഴിയുമ്പോൾ മെയ് മാസത്തെ ആണെന്ന് ശ്രദ്ധിക്കണം. 5-ാം മാസത്തെ റിപ്പോർട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ജൂണിലാണ് ചെയ്യുന്നത്. അപ്പോൾ 5-ാം മാസത്തെ റിപ്പോർട്ടാണ് കിട്ടുക. PDF നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, CSV ഫയലും ഡൗൺലോഡ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ടോട്ടൽ മീനങ്ങാടിയിൽ 56 ബെനിഫിഷ്യറീസ് ഉണ്ട്. അതിൽ ആരും SNP ഓപ്റ്റ് ഔട്ട് അല്ല. ഇനി ഒരു 3 to 6 എടുക്കാം, എന്നാൽ കുറച്ചും കൂടെ മനസ്സിലാവും. 3 to 6 എടുത്ത് സെർച്ച് ചെയ്ത് കഴിയുമ്പം ടോട്ടലാണ് കേട്ടോ ഞാനിപ്പോൾ സെർച്ച് ചെയ്തത്, സെക്ടർ വൈസ് അല്ല. ബത്തേരിയിൽ ടോട്ടൽ 636 സെൻറ്റർ ഉണ്ട്. അതിൽ 271 പേര് SNP ഓപ്റ്റ് ഔട്ട് ആണ്. അതിൽ എത്ര പേർക്ക് ഫുഡ് കൊടുത്തു, ഇന്നലെ ഈ കഴിഞ്ഞ മാസം ഫുഡ് കൊടുത്തവരുടെ എണ്ണമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അതായത് 25 ദിവസം എത്ര പേർക്ക് ഫുഡ് കൊടുത്തു എന്നൊക്കെ കാണിക്കും. അങ്ങനെ ഓരോന്നും കാണിക്കും. ഇപ്പം കുട്ടികളുടെ ഇതിപ്പോൾ 3 to 6 കുട്ടിയാണ്. അപ്പോൾ 3 to 6 കുട്ടി എന്ന് പറയുമ്പോൾ അംഗൻവാടിയിൽ വരുന്ന കുട്ടിയാണ്. അപ്പോൾ നമ്മൾ HCM ആണ് കൊടുക്കുക അവർക്ക്. അപ്പം അറ്റ്ലീസ്റ്റ് 1 ഡേ കൊടുത്ത എത്ര പേരുണ്ട്, 21 ദിവസം എത്ര പേർക്ക് കൊടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ. മോർണിംഗ് സ്നാക്സ് എത്ര പേർക്ക് കൊടുത്തു,
എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഈ മെനുവിൽ മന്ത്ലി റിപ്പോർട്ടിൽ സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ മാസത്തെ ആണല്ലോ ഇപ്പോൾ എടുത്തത്, 5-ാം മാസത്തെയാണ് എടുത്തത്. നമുക്ക് ഇനി അതിന് മുന്നത്തെ മാസങ്ങളിൽ എടുക്കണമെങ്കിൽ ഡേറ്റ് എടുത്തിട്ട് നമുക്ക് മന്ത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഏത് മന്തിലെ വേണമെങ്കിലും നമുക്ക് റിപ്പോർട്ട് അവൈലബിൾ ആയിരിക്കും. പിന്നെ മന്ത്ലി റിപ്പോർട്ടിൽ അതുപോലെ തന്നെ എല്ലാം ജസ്റ്റേഷണൽ വെയിറ്റ് ഗെയിനൊക്കെ ഓരോ മാസങ്ങളിലും എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ AWC എടുത്തു കഴിഞ്ഞാൽ അതിനകത്താണ് നമുക്ക് പിന്നെ അംഗൻവാടി സെൻറ്ററിൻ്റെ ഇൻസെൻറ്റീവിൻ്റെ റിപ്പോർട്ട്, CBൻ്റെ റിപ്പോർട്ടുകൾ, ഹോം വിസിറ്റ് റിപ്പോർട്ട്, മെഷറിംഗ് എഫിഷ്യൻസി റിപ്പോർട്ട്, AWC ഇൻഫ്രാസ്ട്രക്ചർ റിപ്പോർട്ട്, എല്ലാ റിപ്പോർട്ടുകളും അംഗൻവാടി റിലേറ്റഡൊക്കെ മന്ത്ലി റിപ്പോർട്ടിൽ AWCയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടും. അംഗൻവാടി സെൻറ്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, സെൻറ്ററിലെ സ്റ്റാഫിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അവരുടെ ഇൻസെൻറ്റീവ് റിപ്പോർട്ടുകൾ, ഇങ്ങനെയെല്ലാം. അതുപോലെ തന്നെ മന്ത്ലി റിപ്പോർട്ടിൽ ബെനിഫിഷ്യറിയിൽ പോയി കഴിഞ്ഞാൽ ബെനിഫിഷ്യറിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും ബെനിഫിഷ്യറിയിൽ കിട്ടും. ഇനി മന്ത്ലി റിപ്പോർട്ടിൽ കുട്ടികളുടെ ഇൻഫർമേഷൻ എടുക്കണമെങ്കിൽ ചിൽഡ്രൻ എടുത്തു കഴിഞ്ഞാൽ ചിൽഡ്രൻ്റെ ഗ്രോത്ത് മോണിറ്ററിങ്, പിന്നെ അതായത് സാമാം കുട്ടികളുടെ ഇൻഫർമേഷനൊക്കെ ചിൽഡ്രനിൽ പോയാൽ കിട്ടും. ലോ ബർത്ത് വെയ്റ്റ്, അങ്ങനെ. ഇത് ഫോണിലാകുമ്പോൾ നമുക്കിനി കറക്റ്റ് എടുക്കാൻ കിട്ടുന്നില്ല. ചിൽഡ്രനിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം, കാരണം ഞാനത് ബാക്ക് അടിച്ച് പോകുന്നുണ്ട്. കാരണം നമ്മൾ ലാപ്ടോപ്പിൽ ചെയ്യുന്ന പോലെയല്ല, ഫോണിൽ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് എടുക്കാൻ കിട്ടുന്നില്ല. കുട്ടികളുടെ വിവരങ്ങൾ, അവരുടെ ഗ്രോത്ത് മോണിറ്ററിങ്, ഹൈറ്റ്, പിന്നെ സാമാം കുട്ടികൾ എത്രയുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മന്ത്ലി റിപ്പോർട്ടിൽ ചിൽഡ്രനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ വാക്സിനേഷൻ ഡീറ്റെയിൽസ്, ഡെലിവറി, പ്രഗ്നൻസി ഡെലിവറി ഡീറ്റെയിൽസ്, സ്റ്റോക്ക്, HCM സ്റ്റോക്ക് THRനെ കുറിച്ച് കാര്യമായിട്ട് എനിക്കും അറിയത്തില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് വ്യത്യാസമുണ്ട്. നമ്മുടെ സ്റ്റോക്കും, അതായത് പാക്കറ്റ്സ് ആയിട്ടാണ് അവർ കാണിക്കുക. നമ്മുടെ പാക്കറ്റ്സ് അല്ലാത്തതുകൊണ്ട് അത് ഡീപ്പായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. അടുത്തത് സപ്പോർട്ടീവ് സൂപ്പർവിഷൻ. സപ്പോർട്ടീവ് സൂപ്പർവിഷനിൽ പോയിട്ടുണ്ടെങ്കിൽ സൂപ്പർവൈസർ ലോഗിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. എത്ര പേർക്ക് സപ്പോർട്ടീവ് സൂപ്പർവിഷനിൽ ലോഗിൻ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇത്രയൊക്കെ തന്നെയുള്ളൂ കോമൺ ആയിട്ട് പറയാൻ. പിന്നെ നമുക്ക് ലോഗ് ഔട്ട് ചെയ്യണമെങ്കിൽ ഈ മെനുവിനകത്ത് തന്നെ ലോഗിൻ്റെ സിമ്പലിൻ്റെ അവിടെ തന്നെ ലോഗ് ഔട്ട് ഉണ്ടാവും. ലോഗ് ഔട്ട് കൊടുത്ത് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗ് ഔട്ട് ചെയ്യാം.